BJP രാജ്യസ്നേഹം മൂത്ത് ബ്രസീലിയൻ ജനതാ പാർട്ടിയായി മാറിയിരിക്കുക. ഇത് ഭാരതീയ ജനതാ പാർട്ടിയല്ല, ബ്രസീലിയൻ ജനതാ പാർട്ടി. Listen to this. അതിനകത്ത് യാതൊരു സംശയവുമില്ല, ജയിക്കാൻ വേണ്ടി വ്യാപകമായി ഞങ്ങൾ വോട്ട് ചേർക്കും. എങ്ങനെയാണ് ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം വരുന്നത്? അവരെങ്ങനെയാണ് സീമയും സ്വീറ്റിയും സരസ്വതിയും രശ്മിയും വിമലയും സുനിതയുമായി വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കുന്നത്? ഈ നരേന്ദ്രമോദി എന്ന കള്ളനായ പ്രധാനമന്ത്രി, വോട്ട് കൊള്ളയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണെന്ന്. ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. ലോകത്ത് ഒരു മനുഷ്യനോട് പോലും പരസ്യമായിട്ട് സംവദിക്കാൻ പറ്റാത്ത, ടെലിപ്രോംപ്റ്ററിൽ എഴുതി കാണിക്കുന്നത് നിന്നുപോയാൽ നാവനക്കാൻ പറ്റാത്ത നരേന്ദ്രമോദിക്ക് രാഹുൽ ഗാന്ധിയുടെ ധൈര്യമൊന്നും ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇന്നില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ. ബ്രസീലിൽ നിന്ന് ആളുകൾ വന്ന് വോട്ട് ചെയ്യുന്നതിൽ ഈ പാർട്ടിക്ക് ഒരു പ്രശ്നമില്ല. അഖണ്ഡ ഭാരത സംസ്കാരത്തിന് വേണ്ടിയിട്ട് പോരാട്ടം നടത്തുന്ന, ജനങ്ങളെ തമ്മിലടിപ്പിച്ച് കൊല്ലാൻ നോക്കുന്ന ആളുകൾക്ക് ഈ ബ്രസീലിൽ നിന്ന് വരെ വന്ന് ആളുകൾ കള്ളവോട്ട് ചെയ്തു പോകുന്നതിൽ ഒരു പരാതിയും ആക്ഷേപമില്ല. ഇവിടെ ഞങ്ങളെ കളിയാക്കുന്നതിൽ ഞങ്ങൾക്ക് ഒരു ആക്ഷേപമില്ല. സംഘപരിവാറിനും RSSനും BJPക്കും ഈ കളിയാക്കലും കള്ളവോട്ട് ചെയ്യലും ആളുകളെ തമ്മിലടിപ്പിച്ച് കൊല്ലാക്കൊല ചെയ്യലും കൊള്ളയടിക്കലും അല്ലാതെ വേറൊരു പണിയും അറിയില്ല എന്നും ഞങ്ങൾക്കറിയാം. ഷാബു പ്രസാദിനോട് രണ്ടാമത് താങ്കൾ രാജ്യസ്നേഹി അല്ലേ എന്ന് അജിംസു ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ രാജ്യസ്നേഹിയല്ല. എന്ത് എളുപ്പത്തിലാണ് പറഞ്ഞത്? ഒരു RSS കാരനായിട്ടുള്ള ഒരാൾ പറയും ഞാൻ രാജ്യസ്നേഹിയല്ല. 100% ശരിയാ. 77 വർഷം മുമ്പ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ഇടനെഞ്ചിലേക്ക് വെടിവെച്ച് കൊന്നവർക്ക് എണ്ണ പകർന്ന കാഞ്ചി വലിച്ച RSSകാര് രാജ്യദ്രോഹികൾ തന്നെയാ. 100% ശരിയാ. താങ്കൾ അത് അംഗീകരിച്ചെന്നല്ലോ. ഈ രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥയെ അട്ടിമറിച്ചുകൊണ്ട് നരേന്ദ്രമോദി ഈ തോന്നിവാസം മുഴുവൻ നടത്തുമ്പോഴും താങ്കൾ ഉറച്ചു പറഞ്ഞല്ലോ രാജ്യസ്നേഹി അല്ലെന്ന്. ശരിയാണ്, താങ്കൾ രാജ്യദ്രോഹികളുടെ പക്ഷത്ത് തന്നെയാണ്. മൊത്തം കുഴപ്പമില്ല. ഒരു ബ്രസീലിയൻ മോഡൽ ഇന്ത്യയിൽ വന്ന് ഇത്രയും ഒറ്റ ദിവസം കൊണ്ട് 22 ബൂത്തുകളിലായി 22 വോട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നത് വളരെ വളരെ സീരിയസ് ആണ്. ഞാൻ അതിനെ അംഗീകരിക്കുന്നു. രാജ്യത്തിന്റെ പ്രതിപക്ഷ ഉത്തരവാദിത്വത്തോടെ മാധ്യമങ്ങളോട് പറയുന്ന കാര്യത്തിനെ അങ്ങനെ അവഗണിക്കാനൊന്നും കഴിയില്ല. പക്ഷേ എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത് അത് പറയും. ഇനി ചെയ്യേണ്ടത് രാഹുൽ ഗാന്ധി അല്ല ഷാബു പ്രസാദ്, ഇനി ചെയ്യേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ബ്രസീൽ മോഡലിന്റെ ചിത്രം വോട്ടർ പട്ടികയിൽ ഉണ്ടോ ഇല്ലേ എന്ന് പറഞ്ഞാൽ പോരെ? രാഹുൽ ഗാന്ധി ചമ്മിപ്പോയില്ലേ? അത് പറഞ്ഞാൽ പോരെ? അല്ലല്ല, രാഹുൽ ഗാന്ധി പറഞ്ഞത് സത്യമാണെന്നേ. രാഹുൽ ഗാന്ധി നുണ പറയുകയാണെന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? ഈ വോട്ട് നമ്മുടെ ജനാധിപത്യം സംവിധാനം മുഴുവനും അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനോട് പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല. പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. കുറെ സമയമായിട്ട് കളിയാക്കണ്. അപ്പൊ ഷാബു ഈ പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ മുഴുവൻ അംഗീകരിക്കുന്നു. ഈ ഭരണകൂടം ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നു, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അട്ടിമറിക്കുന്നൊക്കെ സമ്മതിക്കുകയാണ്, മുഖവിലേക്ക് എടുക്കുകയാണെന്നാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി വാട്ട് നെക്സ്റ്റ് എന്നല്ലേ ചോദ്യം. എവിടെ നിന്ന് കിട്ടി ഇതിനെ? താങ്കളുടെ അഭിപ്രായത്തിനോടും നിങ്ങളുടെ നിലപാടിനോടും ഒപ്പമാണ് ഞാൻ. ഇത് വലിയ ഭീകരമായ സിറ്റുവേഷനാണ്. ഈ സിറ്റുവേഷനിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് നിങ്ങൾക്ക് നീതി കിട്ടില്ല. എനിക്കോ രാഹുൽ ഗാന്ധിയോ കിട്ടേണ്ട നീതിയല്ല ഷാബു പ്രസാദ്. ഈ ബ്രസീൽ മോഡൽ വന്നത് BJPക്ക് എതിരെ വോട്ട് ചെയ്യാനാണെങ്കിലും BJPക്കും വേണ്ട നീതി. അല്ല, ഞാനതല്ല പറയുന്നത്. ബ്രസീൽ മോഡൽ വന്നിരിക്കുന്നത് BJPക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. ഇത് രാഹുൽ ഗാന്ധി പറയുന്നത് മുഴുവനും ശരിയാണ്. ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടൻ. ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ, അപ്പൊ അവരൊക്കെ ഉത്തരവാദിത്വത്തോടെ മറുപടി പറയുകയും അല്ലെങ്കിൽ ഉത്തരവാദിത്വത്തിൽ നിന്ന് രാജിവെക്കണം. അതുകൂടി താങ്കൾ പറഞ്ഞാൽ പൂർത്തിയായി. അല്ലെങ്കിൽ താങ്കൾ ആക്ഷേപിക്കുന്നതെന്ന് തെറ്റിദ്ധരിച്ചു പോകും. റേഷൻ കിട്ടാൻ ബയോമെട്രിക് പഞ്ചിങ് കൊണ്ടുവന്ന ഒരു രാജ്യത്ത് ബ്രസീലിയൻ മോഡൽ ആയിട്ടുള്ള ആൾക്ക് പോലും വോട്ടവകാശം കിട്ടുന്നു എന്നുള്ളത് വല്ലാത്ത ദുര്യോഗമാണ്. ഒരുപാട് മനുഷ്യരെ വോട്ടർ പട്ടികയിൽ നിന്ന് അന്യവൽക്കരിക്കുന്ന SIR നടപ്പാക്കുന്ന ഒരു രാജ്യത്താണ് ബ്രസീലിയൻ മോഡലുകൾക്ക് വരെ വോട്ട് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയുമ്പോൾ 10 ബൂത്തുകളിലായി 22 വോട്ട് ചെയ്ത ബ്രസീലിയൻ മോഡൽ ഉണ്ടെന്ന് പറയുമ്പോൾ BJP രാജ്യസ്നേഹം മൂത്ത് ബ്രസീലിയൻ ജനതാ പാർട്ടിയായി മാറിയിരിക്കുക. ഇത് ഭാരതീയ ജനതാ പാർട്ടിയല്ല, ബ്രസീലിയൻ ജനതാ പാർട്ടി. 93,000-ഓളം വോട്ടർമാർക്ക് വീടില്ല ഹരിയാനയിൽ. അപ്പൊ ഇവർ കക്കൂസ് പണി നടത്താൻ വന്ന ഗവൺമെന്റ് ആണ്. പെട്രോളിന് വില വർദ്ധിപ്പിച്ചത് എന്തിനാ? കക്കൂസ് പണി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാ. വീട് പണി പൂർത്തിയാക്കിയിട്ട് ബാക്കി കക്കൂസ് പണിയാൻ വന്ന ആളുകൾ വീടില്ല. അതുകൊണ്ട് 0 വോട്ട് എന്ന് പറയുന്നു, 0 വീട്ട് നമ്പർ എന്ന് പറയുന്നു. 2 കോടി വോട്ടർമാരുള്ള വോട്ടർ പട്ടികയിൽ ഏകദേശം 25 ലക്ഷത്തോളം വ്യാജ വോട്ടർമാർ, 8-1 വ്യാജ വോട്ടർമാർ വോട്ട് ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ്. 12.5% വ്യാജ വോട്ടർമാർ വോട്ട് ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ്. ഇവിടെ ഷാബു പ്രസാദിന്റെ ചോദ്യമാണ്, ഈ പറഞ്ഞ ആളുകളൊക്കെ എങ്ങനെയാണ് ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ പല ബൂത്തുകളിൽ പോയി വോട്ട് ചെയ്തെന്ന്? ഇവർ വോട്ട് ചെയ്തെന്ന് ആർക്കും ഉറപ്പ്? അങ്ങനെ പറയരുത്, എല്ലാവരും കാണരുത്.
ഇവർ വോട്ട് ചെയ്തൊന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളൂ. ഇവർ നേരിട്ട് വന്ന് വോട്ട് ചെയ്തൊന്ന് ആർക്കും ഉറപ്പ്? ഈ സിസ്റ്റത്തെ കുറിച്ച് താങ്കൾക്കുള്ള സംശയം തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. ബ്രസീലിയൻ മോഡലിന്റെ പേരിന് ഉപയോഗിച്ച ഒരു പേര് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആ, സത്യവതി ദേവി. ഏത് ഗീത, സരസ്വതി, ഇങ്ങനെ കുറെ ദൈവനാമങ്ങൾ വരെ ഉപയോഗിച്ചുകൊണ്ടാണ് വ്യാജ വോട്ട് ഇവർ വോട്ട് ചേർത്തിട്ടുള്ളത്. അദൃശ്യ വോട്ടുകൾ ചേർത്തുകൊണ്ടാണ് ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ അധികാര സംവിധാനങ്ങളിലേക്ക് കടന്നു വരുന്നത് എന്ന് പറയുമ്പോൾ യാതൊരു ഉളുപ്പുമില്ലാതെ അതിന്റെ സർക്കാസ്റ്റിക് ആയിട്ട് അതിനെ കാണുക. ഒരു മര്യാദയൊക്കെ വേണ്ടേ? ഒരു മര്യാദ വേണ്ടേ? സുരേഷ് ഗോപി സ്വന്തം ഡ്രൈവറെ പോലും വല്ലവന്റെ വീട്ടിൽ കള്ളവോട്ട് ചെയ്ത് വിജയിച്ചപ്പോ ഈ രാജ്യത്താകമാനുള്ള സംഘികളെ, ആലത്തൂരിലെ ഒരു RSSകാരനെ, മലപ്പുറത്ത് ഒരു BJPക്കാരനെ വരെ തൃശ്ശൂരിൽ കൊണ്ടുവന്ന് കള്ളവോട്ട് ചെയ്ത് സുരേഷ് ഗോപി ജയിച്ചു. മോഷ്ടിച്ചെടുക്കപ്പെട്ട ജനാധിപത്യത്തിന്റെ ബലത്തിലാ പാർലമെന്റിലേക്ക് പോയത് എന്ന് പറഞ്ഞപ്പോ ഗോപാലകൃഷ്ണൻ പറഞ്ഞ എന്താ, ഞങ്ങൾ കാശ്മീരിൽ നിന്ന് ഒരാളെ കൊണ്ടുവരുമെന്ന്. ഇവര് ബ്രസീലിൽ നിന്ന് ഒരാളെ കൊണ്ടുവരുന്നു ഇപ്പൊ നമുക്ക് ബോധ്യപ്പെട്ടില്ല ജിംസെ. ഇത് കട്ടെടുത്ത വിജയമാണ്. ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള ഇലക്ഷൻ കമ്മീഷനെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ, നൂറുകണക്കിന് മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ ലൈവായിട്ട് വെല്ലുവിളിച്ചിരിക്കുന്നു. മറുപടി വേണ്ടേ? എന്റെ നമ്പരായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം 2 ബൂത്തുകളിലായി 22 വോട്ടർ പട്ടികയിൽ സരസ്വതി, വിമല, സുനിത. ഞാൻ പറയട്ടെന്ന്, എന്റെ നാക്കിന് കയറി അങ്ങ് കെട്ടിടാതെന്ന് ഞാൻ പറയട്ടെന്ന് അഭിലാഷേ. പറയൂ. അതിനുള്ള വിവരമൊന്നുമില്ല. അങ്ങ് അസ്വസ്ഥനാവാതെ. രാജു പി നായർക്കും അരുണിനും ഇല്ലാത്ത അസ്വസ്ഥ എന്താണ് അഭിലാഷിന്? രാജ്യത്തെ ജനാധിപത്യം അട്ടിമറിക്കപ്പെടുമ്പോ ഓരോ ജനാധിപത്യ അത് വേണം. അത് ഓരോ പൗരന്റെയും പൗരധർമ്മമല്ലേ? എല്ലാ ജനാധിപത്യ സ്വാഭാവികമാണ്. ജനാധിപത്യത്തെ ഈ നിലയ്ക്ക് ഏത് മനുഷ്യനും രോഷമുണ്ടാവില്ലേ? അത് സ്വാഭാവികമല്ലേ? അങ്ങ് റായിൽ നെക്ക് ടു നെക്ക് ഫൈറ്റ് ആണെന്ന് പറഞ്ഞു. ഞാൻ എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞത്. ഇതേ റായ് മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ എങ്ങനെയാണ് ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം വരുന്നത്? അവരെങ്ങനെയാണ് സീമയും സ്വീറ്റിയും സരസ്വതിയും രശ്മിയും വിമലയും സുനിതയുമായി വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കുന്നത്? എന്ത് തോന്നി? ഞാൻ ചിരിച്ചു പോയി. സരസ്വതിയും സ്വീറ്റിയും സീമയും ഒക്കെ വോട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ? CCTV ദൃശ്യം തരുമോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ? ആ ബ്രസീലിയൻ മോഡലിന്റെ പേരൊന്ന് അഭിലാഷ് പറയൂ. ആ ബ്രസീലിയൻ മോഡലിന്റെ പേര് അഭിലാഷ് ഒന്ന് പറയൂ. ആർക്കറിയാം? പേരിനെന്താ പ്രസക്തി? പേര് പോലും അറിയാത്ത ആളുകളാണ് വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. എന്റെ പൊന്നഭിലാഷേ, വെറുതെ നിങ്ങള് ഒന്നുകിൽ ആ രാഹുൽ ഗാന്ധി, ഞാനും നിങ്ങൾ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ ജനങ്ങളെ പൊട്ടനാക്കുന്നു, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ PR ടീം അദ്ദേഹത്തെ പൊട്ടനാക്കുന്നു. ഇതാണ് സംഭവിക്കുന്നത്. അങ്ങനെ ഒരു ബ്രസീലിയൻ മോഡലില്ല. മാത്യൂസ് ഫെറാറോ എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുത്ത് ഷട്ടർ സ്റ്റോക്ക് പോലുള്ള സ്റ്റോക്കിംഗ് ഫോട്ടോസ് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത ഫോട്ടോ എടുത്തു വെച്ചിട്ടാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത്. കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കാൻ. രാഹുൽ ഗാന്ധി പറയുന്ന സ്ക്രീൻ കാണാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി എടുത്തുകൊണ്ട് വന്നതല്ല. ഹരിയാനയിലെ വോട്ടർ ഹരിയാനയിലെ റായ്, താങ്കൾ പറഞ്ഞ ഫോട്ടോഗ്രാഫർ എടുത്ത ഈ ഫോട്ടോ എങ്ങനെയാണ് ഹരിയാനയിലെ റായ് മണ്ഡലത്തിൽ 22 വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചത്? ഏത് ബൂത്തിൽ ഹരിയാനയിലെ റായി മണ്ഡലത്തിലെ ഏത് ബൂത്തിൽ? ഹരിയാനയിലെ റായി മണ്ഡലത്തിലെ വോട്ടർ പട്ടിക നമുക്ക് പരിശോധിക്കാം. വോട്ടർ പട്ടിക അങ്ങ് കാണാം, പരിശോധിക്കാം. ഏത് ബൂത്തിൽ? രാഹുൽ ഗാന്ധിയുടെ ഏത് ബൂത്തിൽ? അഭിലാഷ് കാണിച്ചത് അങ്ങ് കണ്ടില്ലേ? അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ ഇവൻ പൊട്ടനാണ്? വെല്ലുവിളിക്കേണ്ട രാഹുൽ ഗാന്ധിയെ. ഞങ്ങളുടെ വോട്ടർ പട്ടികയിൽ ഇല്ല, ഞങ്ങളുടെ വോട്ടർ പട്ടിക ഇതല്ല. അങ്ങനെ വാദമുണ്ടോ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ വാദമുണ്ടോ? ഇത് ഇന്ത്യയിലെ വോട്ടർ പട്ടിക അല്ല, ഹരിയാനയിലെ റായ് മണ്ഡലത്തിലെ വോട്ടർ പട്ടിക അല്ല എന്ന് BJPക്ക് വാദമുണ്ടോ? നീ ഒന്നും പണയണ്ട. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ജയിക്കാൻ വേണ്ടി വ്യാപകമായി ഞങ്ങൾ വോട്ട് ചേർക്കും. എന്റെ അമ്മയെ ഞങ്ങൾ ജയിക്കാൻ ഉദ്ദേശിച്ച മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവന്ന് 1 വർഷം താമസിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിക്കും. ഒരു സംശയമില്ല. സത്യമായി പറയുന്നവനായി ഈ രാജാക്കൻ. He knows it. And we've proved it. അതാണ് ദാറ്റ്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഈ BJP നേതാവ് ഗോപാലകൃഷ്ണൻ
കാശ്മീർ മുതൽ ഞങ്ങൾക്ക് ജയിക്കാനുള്ള മണ്ഡലങ്ങൾ കൊണ്ടുവന്ന ആൾക്കാരെ ഞങ്ങൾ ചേർത്ത് ഞങ്ങൾ വോട്ട് ചെയ്ത് വിജയിക്കും എന്ന് പറഞ്ഞ വീഡിയോ വ്യാജമാണെന്ന് എനിക്ക് അഭിപ്രായമുണ്ടോ? വ്യാജമാണെന്നാണ് BJP ക്ലെയിം ചെയ്യുന്നത്. കിരൺ റിജിജു നമ്മളൊക്കെ കണ്ണുകൊണ്ട് നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടതാണ്. അതാണ് ഈ ഗോപാലകൃഷ്ണൻ ആ പറഞ്ഞത് വ്യാജമാണെന്നാണ് കിരൺ റിജിജു പറഞ്ഞേക്കുന്നത്. അപ്പൊ പിന്നെ ഈ BJPയുടെ പ്രതിനിധി ജിതിൻ വന്ന് ഇത് പറയുന്നതിലൊന്നും അർത്ഥമില്ലല്ലോ. നമ്മള് മൈൻഡ് തള്ളിക്കളയാൻ മാത്രമേ മാർഗുള്ളൂ. കള്ളത്തരത്തിന്റെ പുറകിൽ ഒളിക്കുന്ന കള്ളന്റെ മുഖവുമായിട്ട് നരേന്ദ്രമോദി നിൽക്കുകയാണ്. ശരി, ഇന്ത്യയുടെ ജനങ്ങളുടെ പൊതുമനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് ഇന്ന് ആ വോട്ട് കൊള്ളയിലൂടെ പ്രധാനമന്ത്രി ആളാണ് നരേന്ദ്രമോദി. നേരിട്ട് പറഞ്ഞില്ലേ രാഹുൽ ഗാന്ധി? അപ്പൊ അതുകൊണ്ട് ബ്ലണ്ടർ പറയുന്ന രാഹുൽ ഗാന്ധി അല്ല, പകരം മേഘങ്ങളുടെ ഇടയിൽ കൂടി പോയാൽ പാകിസ്ഥാനെ റഡാറുകൾ പിടിക്കാതെ നമ്മുടെ റോക്കറ്റുകൾ പോകാൻ പറയുക പറഞ്ഞാൽ മണ്ടത്തരമുണ്ടല്ല, മണ്ടത്തരം, ആനമണ്ടത്തരം. അത് ഞങ്ങളുടെ നേതാവ് പറയില്ല. അത് നിങ്ങൾ അവിടെ പോയി ചോദിക്കുക. സ്ട്രെങ്ത്തിന്റെ സ്പെല്ലിംഗ് എന്താണെന്ന് അദ്ദേഹത്തോട് 1000 പ്രാവശ്യം ഇമ്പോസ് ചെയ്താ പറയാം. ആ ചൈനയിൽ പോയിട്ട് ഇതിന്റെ വാക്കൊക്കെ പറഞ്ഞ് ഇന്ത്യയെ നാണം കെടുത്തരുത്. പുതിയ ലിബിയാന്റെ പേരില്ല, പഴയ ലിബിയാനും തലയിൽ മുണ്ടിട്ട് ഈ രാജ്യത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ജനാധിപത്യം അട്ടിമറിക്കാൻ നടക്കുന്ന കള്ളക്കൂട്ടങ്ങളായ ഈ രാജ്യത്തെ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ഉൾപ്പെടെ നമ്മളെയാണല്ലോ മച്ചമ്പി. ഈ നരേന്ദ്രമോദി എന്ന കള്ളനായ പ്രധാനമന്ത്രി, വോട്ട് കൊള്ളയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയും അമിത്ഷായുമായി ചേർത്ത് നടത്തുന്ന കള്ളത്തട്ടിപ്പുകൾ സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ ചർച്ചയിൽ 2 തവണയാണ് രാജു പി നായർ നരേന്ദ്രമോദിയെ കള്ളൻ എന്ന് വിളിക്കുന്നത്. നിങ്ങൾ അതിനെ എൻഡോസ് ചെയ്യുന്നുണ്ടോ? അത് ഞാനോ? ഇതൊക്കെ എന്റെ തലയിലാവൂല. അതൊക്കെ ഓരോ രാഷ്ട്രീയ നിലപാടില്ല. ഞാൻ നിങ്ങൾ ആരും പറയുന്നതിനെ എൻഡോസ് ചെയ്യുന്നില്ല. അല്ലല്ല, 2 തവണ വിളിക്കാനുള്ള പുതിയ പദം അല്ലല്ല, ഞാൻ അഭിലാഷ് രാജു പി നായർ രാജു പി നായരുടെ അഭിപ്രായവുമാണ്. ഇതേതാണ്ട് എലിക്കണിയിൽ സൂനവെട്ടതുപോലെ മോഡിയെ വിളിക്കണ്ട, വെച്ചിരുന്നാൽ മതി. ചർച്ചയിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മാന്യമായിട്ട് പറയും. അല്ലാതെ ചർച്ച വന്നത് മാന്യമായിട്ട് വർത്തമാനം പറയുക. അല്ലാതെ വന്നിരുന്നിട്ട് കള്ളൻ വിളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാഹുൽ ഗാന്ധി പറഞ്ഞു വിളിക്കും മനുഷ്യ. അഭിലാഷ് മോഹൻ ഇവിടെ അതെനിക്ക് പറയാനുള്ളൂ. ഇവിടെ അരുൺകുമാർ കഴിവുകെട്ടവനാണ്. എന്തോ ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ? താ കേൾക്കണത് എങ്ങനെയാ?